സുനിഷ നമ്മളോടൊപ്പം ക്ഷേത്രത്തിന്റെ ഗ്രൗണ്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുനിഷ, ദിവസങ്ങളായി അവിടെ നിൽക്കുന്നവരുണ്ട്. രാവിലെ പോയി കുളിച്ച് സുന്ദരികളായി അവിടേക്ക് എത്തുന്ന സ്ത്രീകളെയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. പുതുവസ്ത്രം അണിഞ്ഞിട്ടുണ്ട്. കയ്യിലുള്ളതെല്ലാം പൊങ്കാലയ്ക്ക് വേണ്ടി പുതുതായി വാങ്ങിയതാണ്. ഈ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിന് ഇനി മിനിറ്റുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എന്നത് അവരുടെ സന്തോഷം കൂടിയാണ്. സുനിഷ, ഉറപ്പായിട്ടും മാധു പറഞ്ഞതുപോലെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഇന്ന് പൊങ്കാലയ്ക്കായി എടുത്തത് എന്നുള്ളതാണ്. അതുപോലെ ഇനിയിപ്പോൾ ഈ പണ്ടാര അടുപ്പ് തെളിയാൻ ഇനി എല്ലാ നാനാഭാഗങ്ങളും ഈ പൊങ്കാല അടുപ്പ് തെളിയാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അത് എപ്പോൾ എന്നുള്ളത് കാത്തോർത്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ കാത്തു നിൽക്കുകയാണ് ആളുകൾ എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇവിടെയാണ് പണ്ടാര അടുപ്പ് വെട്ടാൻ പോകുന്നത്. സമയമായിട്ടില്ല. ഏകദേശം ഒരു 9 മണിയോടുകൂടി 9:10 ശുദ്ധ പുണ്യാഹം തളിക്കുന്നത്. അതോടുകൂടിയാണ് ഇവിടെ ഈ ഒരു സ്ഥലത്ത് പണ്ടാര അടുപ്പ് വെട്ടുന്നത്. ശേഷം 9:45 കൂടി നമുക്കറിയാം തോറ്റമ്പാട്ടിനായുള്ള സംവിധാനങ്ങളാണിത്. കഴിഞ്ഞ 9 ദിവസമായി, ഇന്നേക്ക് 9ാമത്തെ ദിവസമാണ്. ഈ 9 ദിവസമായി കണ്ണകി ചരിത്രം ഇങ്ങനെ തോറ്റമ്പാട്ടുകളിലൂടെ പാടുന്നതിതാ ഇവിടെ വെച്ചാണ്. അങ്ങനെ ഇന്ന് 9ാമത്തെ ദിവസം പാണ്ഡ്യരാജാവിനെ വധിക്കുന്ന ഭാഗമാണ് ഇന്ന് തോറ്റമ്പാട്ടിലൂടെ പാടുന്നത്. പിന്നാലെ തന്നെ തൊട്ടടുത്ത് വെട്ടിയിരിക്കുന്ന ഈ പണ്ടാര അടുപ്പിലേക്ക് തീ പകരും. അതിനുശേഷം ഇങ്ങനെ തലസ്ഥാന നഗരത്തിൽ നാനാ ഭാഗങ്ങളിലും വെച്ചിരിക്കുന്ന ഇടങ്ങളിലെല്ലാം തീ പകരും എന്നുള്ളത് തന്നെയാണ്. ഇനി ഏറെ പ്രധാനപ്പെട്ട കാര്യം, ഈ മാധു പറഞ്ഞതുപോലെ നിരവധി ചരിത്രമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്നത് തന്നെയാണ്. നമ്മൾക്ക് ഈ ചരിത്രം പറയുന്നതിനൊപ്പം തന്നെ ഈ ഇവിടേക്ക് എത്തുന്ന ഓരോ ഭക്തർക്കും മാധു നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു സ്ത്രീ ശാക്തീകരണത്തിന്റെ കൂടിയാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ, സ്നേഹത്തിന്റെ, സമർപ്പണബോധത്തിന്റെ, അർപ്പണബോധത്തിന്റെ എല്ലാം ഒരു പ്രതീകമായി തന്നെ ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം നിൽക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളതാണ്. നമുക്കറിയാം എല്ലാ സജ്ജീകരണങ്ങളും പറയുമ്പോൾ നമ്മൾ എല്ലാ സജ്ജീകരണങ്ങളും പറയുമല്ലോ. അത് പറയാനൊരു കാരണം കൂടിയുണ്ട്. നമ്മളുടെ സിറ്റി പോലീസ് കമ്മീഷണർ കാർത്തിക് സാറ് ഇവിടെയുണ്ട്. ഈ എല്ലാ ഒരുക്കങ്ങളും നേരത്തെ ശ്രുതിയായാലും അശ്വതിയായാലും സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നത് എല്ലായിടത്തും പോലീസിന്റെ സംവിധാനങ്ങളുണ്ട്. കൃത്യമായി എല്ലായിടത്തും ഈ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. സാറേ, നമ്മുടെ ക്രമീകരണങ്ങളെല്ലാം നടക്കുകയാണ്. ഒന്നിലും ഒരു കുറവും വന്നിട്ടില്ല അല്ലേ? ഇതുവരെ ഒന്നും കുറവ് അനുഭവപ്പെട്ടിട്ടില്ല. ഇന്നലെ 1-ാം തീയതി വൈകുന്നേരം തൊട്ട് പോലീസിന്റെ ബന്ദോബസ്ത് അറേഞ്ച്മെന്റ് ഉണ്ട്. അതുകൂടാതെ തന്നെ 23-ാം തീയതി കൊടിയേറ്റം തുടങ്ങിയത് തൊട്ട് ഇവിടെ പോലീസിന്റെ എല്ലാ അറേഞ്ച്മെന്റ്സും നമ്മൾ 23 മുതൽ 4-ാം തീയതി വരെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെ തന്നെയാണ് ഈ ആട്ടുകാൽ പൊങ്കലയ്ക്ക് വേണ്ടി ഈ 2 ദിവസം നമ്മൾ ഏകദേശം 4000 പോലീസ് ഉദ്യോഗസ്ഥർ, 5 SP-മാർ അടക്കം, DYSPs, ഇൻസ്പെക്ടേഴ്സ് എല്ലാം അടക്കം പല അമ്പലത്തിനകത്തും പുറത്തും അതുപോലെ ഔട്ടർ ഏരിയാവും ട്രാഫിക് ഡൈവേർഷന്, പാർക്കിംഗ് ഏരിയാസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നമ്മൾ ഒരു വിപുലമായിട്ടുള്ള ബന്ദോബസ്ത് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ എല്ലാം പ്രശ്നങ്ങളില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ നല്ല തിരക്കുണ്ട്. പക്ഷേ എല്ലാം നിയന്ത്രണവിധേയമായിട്ടാണ് നടക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ ഈ തിരക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ബാരിക്കേഡ് അറേഞ്ച്മെന്റ്സ് എല്ലാം, ക്യൂ മാനേജ്മെന്റ് എല്ലാം ചെയ്തിരുന്നത്. അതുകൊണ്ട് വൻ തിരക്കാണെങ്കിലും ആ ക്യൂവിൽ കയറി കൃത്യമായിട്ട് അങ്ങനെ കൺട്രോൾഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും തൊഴാനുള്ള അവസരം ഒതുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെയാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ കാർത്തിക് സാർ ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് ഇവിടെ വന്നതാണ്. ആദ്യത്തെ പൊങ്കാല അനുഭവമാണോ? അതെ, ഞാനിവിടെ 15 വർഷമായി കേരളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ തിരുവനന്തപുരം നഗരത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ലോ ആൻഡ് ഓർഡറിൽ ജോലി എടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ അനുഭവമാണ് ആട്ടുകാൽ പൊങ്കാല. ഒരു സന്തോഷമുണ്ട്. കാരണം ഇത്ര വലിയ സ്ത്രീകളുടെ ശബരിമല എന്ന് പറയപ്പെടുന്നതാണ്. ഇത്ര വലിയ ഭക്തജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ നഗരത്തിൽ 2 ദിവസം കൂടുവാൻ പറഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചാലഞ്ചസും ഉണ്ട് പോലീസിങ്ങിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ സന്തോഷമുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നത് കൊണ്ട്, കാണുന്നത് കൊണ്ട് നമുക്ക് സന്തോഷമുണ്ട്. അതാണ് ഏതായാലും മാധു ഈ പറഞ്ഞതുപോലെയാണ്. ഏതായാലും ഒരുക്കങ്ങളെല്ലാം പോലീസിന്റെ ഭാഗത്തുള്ള ഒരുക്കങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ വിവിധ വകുപ്പുകളുടെ ഭാഗത്തു നിന്നുള്ള ഒരുക്കങ്ങളെല്ലാം ഓരോ ഭാഗങ്ങളിലായി നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർണ്ണമായും സജ്ജമാണ് എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോ ഈ പണ്ടാര അടുപ്പ് വെട്ടി അടുപ്പിലേക്ക് 9:45 തീ പകരുന്ന ആ ഒരു സന്ദർഭത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് വിശ്വാസികൾ, ഭക്തജനങ്ങൾ എന്നുള്ളത് തന്നെയാണ്. 9:45 പണ്ടാര അടുപ്പിലേക്ക് തീ പകരുന്നു. പിന്നാലെ തന്നെ ഇങ്ങനെ നാനാഭാഗത്തുമുള്ള പൊങ്കാല അടുപ്പുകൾ ഇപ്പോൾ
എല്ലാ ഭാഗങ്ങളിലും, തിരുവനന്തപുരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പോയാലും ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്റെ ഇടം ഇങ്ങനെ ഈ ചുടുകല്ലുകളൊക്കെ വെച്ചുകൊണ്ട് ബുക്ക് ചെയ്ത ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. തിരുവനന്തപുരത്തിന് പുറത്ത് നാനാ സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും ഒക്കെ ഇങ്ങനെ വന്ന നേരത്തെ തന്നെ ഇടം പിടിച്ച ആളുകളുണ്ട്. അവരിങ്ങനെ ഒരു നോക്ക് തൊഴാനായി, ദേവിയെ തൊഴാനായി ഒരു ഭാഗത്ത് വലിയൊരു ക്യൂ ഒരു ഭാഗത്തുണ്ട്. അതേസമയം തന്നെ ഇങ്ങനെ മറ്റു ഭാഗത്ത് കൃത്യമായി ഈ എപ്പോഴാണോ ഈ അടുപ്പാൽ തീ പകരാൻ കഴിയുക അപ്പോൾ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നൈവേദ്യങ്ങളെല്ലാം തയ്യാറാക്കാനായി പായസവും മണ്ടപ്പുറ്റും അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ, നിരവധി എല്ലാം ഉണ്ടാക്കാനായുള്ള തയ്യാറെടുപ്പുകൾ പുറത്ത് ആളുകളുടെ ഭാഗത്തു നിന്നും നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ശരിയാണ്. ശ്രീകോവിലിൽ നിന്ന് ക്ഷേത്രത്തിടപ്പള്ളിയിലേക്ക് ആ ദീപം പകരുന്ന നിമിഷം എന്ന് കാതോർത്ത് അതിലേക്ക് കണ്ണു നട്ടുകൊണ്ട് തന്നെയാണ് ഭക്തർ എല്ലാവരും കാത്തിരിക്കുന്നത്.